മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ടീച്ചർ റെക്കോർഡ് ചെയ്തു ബായിട്ടാ. ഓക്കെ. ഹലോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ പറയാല്ലേ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവിടെ എലികളൊന്നും വരാണ്ട് നീറ്റായിട്ടാണോ ഉള്ളതെന്നുള്ളത് നോക്കും. സൂപ്പർവൈസറി സ്റ്റാഫ് ടീച്ചർ മാറ്റി തുടങ്ങിട്ടാ. ഓക്കെ ശരി. ഹലോ. പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണിൽ സൂപ്പർവൈസറി സ്റ്റാഫ് എല്ലാ ഹവേഴ്സിലും കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നോക്കും. പിന്നെ വാർഡ് ഒരു ഡയറ്റീഷ്യൻ എപ്പോഴും നോക്കേണ്ടതാണ്, എപ്പോഴും വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. സർവീസ് ടൈമിംഗ് ഒക്കെ അവർക്ക് തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നേഴ്സസ് അവർക്ക് കൊടുക്കുന്ന വാർഡിൽ കൊടുക്കുന്ന ഫുഡ് കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യേണ്ടതാണ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 7th ചാപ്റ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ നിങ്ങൾക്ക്? എഴുതാൻ കിട്ടിയോ പിള്ളേർക്ക്? കിട്ടി. സുഖാണ് കേട്ടോ. കിട്ടിയല്ല. ഓക്കെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് അറിയാൻ പറ്റുമോ? കാഷ്വാലിറ്റി ആണ് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ എമർജൻസി ആയിട്ട് ആളുകളെ കൊണ്ടുവരുമ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കാഷ്വാലിറ്റിയിലോട്ട് അല്ലെ. അവിടെ നിന്ന് ഡോക്ടേഴ്സും നഴ്സുമാരുണ്ടാവും. നമ്മളെ പരിശോധിച്ച് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളൊന്ന് നോർമൽ ആയതിനു ശേഷം മാത്രമാണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളിപ്പോ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്കോ അങ്ങനെയുള്ള കാർഡിയാക് അറസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കാർഡിയാക് ഐസിയിലോട്ടൊക്കെ മാറ്റുന്നത്. ഓക്കെ, ആദ്യം കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോട്ടാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ. ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് A&E. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. A&E എന്താണ്? എക്സ്പാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. A&E ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. Assess and treats people with the major trauma, serious injuries and illness, and those in need of emergency treatment. അപ്പൊ എമർജൻസി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പീപ്പിൾസിനെ കൊണ്ടുവരുന്നത് അല്ലെ. ഇപ്പോ എന്താണ്? വലിയ ആഘാതം, മേജർ ട്രോമ എന്ന് പറഞ്ഞാൽ വലിയ മുറിവ്, അതുപോലെ തന്നെ സീരിയസ് ഇഞ്ചുറീസ് ആയിട്ടുള്ളത്, രോഗബാധിതര്, ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്.
ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. അല്ലെ? എന്താണ് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും അല്ലെ? രാത്രിയിലായാലും അതുപോലെ തന്നെ പകലായാലും എന്താണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, 24 hours ഓപ്പൺ ആയിരിക്കും. അണ്ടർലൈൻ ചെയ്യാം. 24 hours എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. ഇൻ എമർജൻസീസ് പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. അപ്പൊ എന്താണ്, എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, എന്താണ് അബോധാവസ്ഥയിലുള്ള പേഷ്യൻസിനെ അല്ലെ? കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന പേഷ്യൻസ് ഉണ്ടാവും. പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് അബ്ഡോമിനൽ പെയിൻ, ചെസ്റ്റ് പെയിൻ ആയിട്ട്, അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള അതിവൈരവേദന, വയറുവേദനയായിട്ട് വരുന്നത്, സ്ട്രോക്ക് ആയിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്, തലയിൽ തളർന്നു പോകുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെ, ശ്വാസതടസ്സമായിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെയാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. 3 രീതിയിൽ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? കാഷ്വാലിറ്റി ആണ് അല്ലെ? കാഷ്വാലിറ്റി എന്ന് പറയുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പറയുന്നുണ്ട്, എമർജൻസി റൂം എന്നും പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നെയിംസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. കാഷ്വാലിറ്റി ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എമർജൻസി റൂം ഉണ്ട്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആക്സിഡന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അല്ലെ, ഇത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. മേജർ ട്രോമ, വലിയ ആഘാതമായിട്ട് വരുന്നത് അല്ലെങ്കിൽ മുറിവോട് കൂടിയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ, സീരിയസ് ആയിട്ട് ഇൻജുറീസ്, ഇൽനസ്, രോഗബാധിതരായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെയും നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 24 hours എന്താണ് അത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്, പെട്ടെന്ന് അബോധാവസ്ഥയിലായിട്ടുള്ള പേഷ്യൻസ്, സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ, കഠിനമായിട്ടുള്ള അടിവയറ് വേദന, സ്ട്രോക്ക് വന്നവര്, അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിനെയൊക്കെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ 3 രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പേരുകൾ എന്ന് പറഞ്ഞത്? കാഷ്വാലിറ്റി ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എമർജൻസി റൂം ഉണ്ട്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കി ആ പോയിന്റ്സ്.
വായിച്ചു കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഹരിത ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ഹരിതയ്ക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അയച്ചു കഴിഞ്ഞൊന്ന് പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, സോറി. ആ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മാം ഇത് ലൊക്കേറ്റഡ് ഓൺ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൊക്കേറ്റ് ഫസ്റ്റ് ഇത് വരുന്നത് ലൊക്കേറ്റഡ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ സെപ്പറേറ്റ് എൻട്രൻസ് ആൻഡ് ഇതാണ്. പിന്നെ ആംബുലൻസ് പാർക്കിംഗ് അവൈലബിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വെൽ മാർക്ക്ഡ് പ്രോപ്പർ സയൻസ് ആൻഡ് ലൈറ്റ്നിങ് വരുന്നുണ്ട്. പിന്നെ ക്ലോസ് ദ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ലാബറട്ടറീസ് റേഡിയോളജി എന്നിവ ഇവിടാണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലും ഇതായി വരുന്നത്. അത്രയാണ് മാം കറക്റ്റ് വായിച്ചു നോക്കിയത് മനസ്സിലായത്. വേറെ ആർക്ക് പറയാൻ പറ്റും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്? മാം ഞാൻ പറയാം. ഹലോ, സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. ഓക്കെ. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഇത് മെയിൻ എൻട്രൻസിൻ്റെ ഇവിടുന്ന് സെപ്പറേറ്റ് എൻട്രൻസ് ഇതിലേക്ക് ഉണ്ടാവും. ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ടാവും. അവിടെ തന്നെ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ്, അതായത് ഇത് ഒരു എമർജൻസി വാർഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. പ്രോപ്പറായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ കാഷ്വാലിറ്റി എന്നുള്ള ആ ഒരു ഭാഗം തന്നെ അറിയാൻ പറ്റുക. പിന്നെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കും. നമുക്ക് ഏത് സ്ട്രീറ്റിൽ നിന്ന് നോക്കിയാലും നമുക്കത് ഈസിലി വിസിബിൾ ആയിരിക്കും. പിന്നെ ഇത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൻ്റെയും ലിഫ്റ്റ്, എലിവേറ്റർ, റേഡിയോളജി, ലബോറട്ടറി ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടായിരിക്കും ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? മാം പറഞ്ഞോളൂ. എമർജൻസി കാഷ്വാലിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിനൊരു അടിയന്തര പ്രവേശന കവാടം ഉണ്ടാവും. അതുപോലെ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ നന്നായി അടയാളപ്പെടുത്തിയ, അതായത് ശരിയായ വെളിച്ചവും അടയാളങ്ങളും ഉണ്ടാവും. പിന്നെ തെരുവുകളിൽ നിന്നൊക്കെ എളുപ്പത്തിൽ കാണാവുന്നതും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ് വകുപ്പ്, പിന്നെ ലിഫ്റ്റുകള്, റേഡിയോളജി, ലബോറട്ടറി എന്നിവയ്ക്ക് സമീപം ആയിരിക്കും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫർസാന ഞാൻ പറയാം. ആരെങ്കിലും പറയും? ഞാൻ പറയാം. ഓക്കെ, ഇത് കാഷ്വാലിറ്റി എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുക. അതുപോലെ അതിന് സെപ്പറേറ്റ് പ്രത്യേകമായിട്ടൊരു എൻട്രൻസും അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എമർജൻസി ആയിട്ട് പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് വേഗം ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ഉണ്ടാവും. സെപ്പറേറ്റ് സാധാരണക്കാർ കയറാൻ പറ്റാത്തൊരു ഈസി ആയിട്ടൊരു എൻട്രൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ ആംബുലൻസ് പെട്ടെന്ന് വന്ന് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. നമുക്ക് അവിടെ വേറെ വെഹിക്കിൾസ് ഒന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഓൺലി എമർജൻസി ആംബുലൻസ്. ദെൻ പ്രോപ്പർ ആയിട്ടൊരു മാർക്കിങ്ങും വെട്ടവും കാര്യങ്ങളും സയൻസ് ഒക്കെ നമ്മൾ എമർജൻസി ആയിട്ട് എപ്പോഴും അർജന്റായിട്ടാണ് വരുന്നത്. ആ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവാൻ പാകത്തിനുള്ള ലൈറ്റ്നിങ്ങും മാർക്കിങ്ങും സയൻസ് എല്ലാം നമുക്ക് ദൂരെ കാണാൻ സാധിക്കും. ദെൻ വരുന്നത് നമുക്ക് അതുപോലെ നമുക്ക് സ്ട്രീറ്റുകളിൽ നിന്നാണെങ്കിൽ നമ്മൾ എമർജൻസിയിൽ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് അത് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആക്സസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കും. പ്രത്യേകം സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും ലിഫ്റ്റിന്റെയും റേഡിയോളജി, ലബോറട്ടറി എന്നിവയുടെ സമീപത്തായിരിക്കും. കാരണം അത് നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈമിങ്, നമ്മുടെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ഓപ്പറേഷൻ ആയിക്കോട്ടെ വേറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അടുത്താണെങ്കിൽ നമുക്ക് സമയം അത്രയും കുറച്ച് പേഷ്യൻസിനെ പെട്ടെന്ന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓൾ മാം. വെരി ഗുഡ്. കണ്ടോ, ഇപ്പൊ 2-3 പേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ കാര്യങ്ങള്? ഞാൻ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതലായിട്ട് അല്ലെ? ഓക്കെ, എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിന്റെ ലൊക്കേഷൻ, എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? കാഷ്വാലിറ്റി എവിടെ കാണുന്നത്? ഇപ്പോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ 2-3 നിലകളുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് അതിന്റെ അടിയിലായിരിക്കും അല്ലെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ആംബുലൻസിന് മാത്രം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. വെരി മാർക്ക്ഡ് പ്രോപ്പർ ആയിട്ടുള്ള സയൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. 1 മിനിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രീറ്റിൽ നിന്ന് അല്ലെ, 4th പോയിന്റ് എന്താ, 5th പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. എന്താണ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയിട്ടുള്ള നിലയിൽ കാണാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റുകൾ, റേഡിയോളജി, ലബോറട്ടറി ഏരിയയ്ക്ക് സമീപത്തായിരിക്കണം എന്തുണ്ടാവേണ്ടത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ലൊക്കേഷൻ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡിസൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. 4 പോയിന്റ് ഡിസൈൻ. അടിച്ചു കഴിഞ്ഞോ? ഓക്കെ, ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാൻ ശ്രമിക്കാം. ഫാത്തിമ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനിനെ കുറിച്ചാണ് പറയുന്നത്. ഇതില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഷെൽട്ടർ ഉണ്ടാവും. അതായത് ഏത് വെതറിലും നമ്മുടെ പേഷ്യൻസിനെയൊക്കെ അൺലോഡ് ചെയ്യാനായിട്ട്, ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെയൊക്കെ ഇറക്കാനായിട്ട് അവിടെ ഒരു വെതറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതായത് മഴയത്തും എല്ലാ വെതേഴ്സിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷെൽട്ടർ അതുണ്ടാവും. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, അഡ്വക്കേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യൻസ്. അതായത് പേഷ്യൻസിനെ കൊണ്ട് വരുന്ന ആംബുലൻസ് ആയാലും പേഷ്യൻസിന്റെ കാർ ആയാലും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് ആഡ്വക്കേറ്റ് ഏരിയ, ഒരു റിസർവ്ഡ് ഏരിയ ഉണ്ടാകും. പിന്നെ മൂന്നാമത്തെ പോയിന്റ്,
adequate space for accommodating structures. സ്ട്രക്ചേഴ്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്ത് ഇടാനായിട്ടൊരു adequate സ്പേസ് തന്നെ ഉണ്ടാകും. നാലാമത്തെ പോയിന്റ്, റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ ദ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. അതായത് അതും ഈ പറഞ്ഞ പോലെ വീൽ ചെയേഴ്സും പെഡസ്ട്രിയനൊക്കെ ആയാലും ഒരു പ്ലാറ്റ്ഫോമിൽ ആക്സസ് ചെയ്യാനുള്ള എല്ലാ ഇതായിട്ട് ഉണ്ടാകും. ഓക്കെ മാം, ദാറ്റ്സ് ഓൾ. Next, Farsana. Okay. സോ ഡിസൈനിൽ വരുന്നത് എൻട്രൻസ് ടു എമർജൻസി, നമ്മുടെ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസ് മുതൽ അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലം വരെയും ഒരു ഷെൽട്ടർ, ഒരു ഇപ്പോൾ ഒരു തുറന്ന പ്രദേശമാണെങ്കിൽ ഒരു മേച്ചിൽ പോലെ എന്തെങ്കിലും ഉണ്ടാകണം. നമ്മുടെ വെതറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പേഷ്യന്റിന് ഏത് വെതർ ആണെങ്കിലും ഈസി ആയിട്ട് ഉള്ളിലേക്ക് എത്തിക്കാൻ, അവർക്കൊന്നും പറ്റാതെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഒരു ഷെൽട്ടർ അവിടെ ആവശ്യമാണ്. പിന്നെ സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് ലോട്ട്, ഇപ്പൊ ബൈ കാർ ആണെങ്കിലും ബൈ ആംബുലൻസ് ആണെങ്കിലും അവർക്ക് വേണ്ടി മാത്രം മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് സ്ലോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. ദെൻ അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് വേണം, സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടും വേണം. അതുപോലെ തന്നെ കയറാൻ പാടുള്ളതും ഉയർന്ന പ്ലാറ്റ്ഫോം ആണെങ്കിലൊക്കെ ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് വീൽ ചെയർസിന് നടന്നു വരുന്നവർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് അവിടെ റാമ്പുകൾ മസ്റ്റ് ആയിട്ടും വേണം. ദാറ്റ്സ് ഇറ്റ് മാം. ഓക്കെ, അപ്പോ എൻട്രൻസ് ഡിസൈനിൽ പറഞ്ഞത് എൻട്രൻസ് ടു the emergency department should be sheltered to protect ambulance patient from the weather while unloading. ഇപ്പൊ ആക്സിഡന്റലീസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ നമ്മൾ അൺലോഡ് ചെയ്യുന്നു, അതായത് ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടർ വേണോ. ഇപ്പൊ മഴയോ മഞ്ഞോ വെയിലൊക്കെ ആണെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇറക്കുമ്പോ ഒക്കെ. അപ്പൊ അതിന് വേണ്ടതായിട്ട് അവരെ മഴയൊന്നും കൊള്ളാതെ പ്രോപ്പർ ആയിട്ട് അതിലേക്ക് എമർജൻസി റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു പ്രോപ്പർ ഷെൽട്ടർ ആവശ്യമാണ്. പിന്നെന്താ, ആഡിക്വേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർ ഓഫ് പേഷ്യൻസ്. ഇപ്പൊ നമ്മളിപ്പോ ആംബുലൻസിൽ തന്നെ പേഷ്യൻസിനെ കൊണ്ടുവരണമെന്നില്ല അല്ലെ, ഓട്ടോയിലോ അല്ലെങ്കിൽ കാറിലോ അല്ലെ, നമുക്ക് ഇപ്പൊ വീട്ടിലുള്ള വാഹനങ്ങളിൽ എത്തിയിട്ട് ആളുകളെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആവശ്യമാണ്. ഇനി എന്താ, ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ എമർജൻസി കാഷ്വാലിറ്റിയുടെ മുൻപിലൊക്കെ ഇങ്ങനെ വീൽ ചെയേഴ്സ് ആയാലും അതുപോലെ തന്നെ സ്ട്രക്ചർ ഒക്കെ കിടക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള, അപ്പൊ അതിനെന്താണ് അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് അത്യാവശ്യമാണ്. സ്പേസ് അത്യാവശ്യമാണ്. അതൊക്കെ ഇട്ട് പെട്ടെന്ന് ചിലപ്പോ സ്ട്രക്ചറിൽ കിടക്കേണ്ട രോഗികൾ വരാം, അതുപോലെ തന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകേണ്ട രോഗികളൊക്കെ വരാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സ്പേസുകൾ അവിടെ അത് അനുസരിച്ച് അത് ഇടാനായിട്ടുള്ള സ്പേസ് വേണം. പിന്നെന്താ, റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ access in the case of raised platforms. ഇപ്പോ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ പേഷ്യൻസിനെ അതുപോലെ തന്നെ അധികം എന്താ ഗുരുതരമായിട്ടുള്ള ആളുകൾ ഇല്ല അല്ലെങ്കിൽ രോഗബാധിതര അല്ല എന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള വീൽ ചെയറിൽ കൊണ്ടുപോകാനുള്ള റാമ്പും വേണം, അതുപോലെ തന്നെ നടന്നു പോകാൻ തക്ക രീതിയിലുള്ള റാമ്പും അവിടെ അവൈലബിൾ ആയിരിക്കണം. അതാണ് അതിന്റെ ഡിസൈനിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ലൊക്കേഷൻ അതുപോലെ തന്നെ ഡിസൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. അതിനകത്ത് പറയുന്നത് ഫങ്ഷണൽ ഏരിയാസും ഉണ്ട്, അതുപോലെ തന്നെ അതർ ഏരിയാസും ഉണ്ട്. ഫങ്ഷണൽ ഏരിയാസിൽ നോക്കാം, ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. അതായത് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അകത്തേക്ക് കയറി പോകാൻ തക്ക രീതിയിലുള്ള ഒരു എൻട്രൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫങ്ഷണൽ ഏരിയാസിൽ രണ്ടാമത് പറയുന്നത് റിസപ്ഷൻ അല്ലെ, റിസപ്ഷൻ ഉണ്ടായിരിക്കും ഇല്ലേ, സെപ്പറേറ്റ് ആയിട്ടുള്ള റിസപ്ഷൻ ഉണ്ടായിരിക്കും. കാഷ്വാലിറ്റിയിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. ഇനി അറിയാത്തവരെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കരുത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ശ്രദ്ധിച്ചൊന്ന് നോക്കാം. റിസപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ട്രയേജ് ഏരിയ. എന്താണ് ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാല്? ട്രയേജ് എന്താണെന്നറിയോ? ട്രയേജ് ഏരിയ. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും അല്ലെ, ആളുകൾ ഇപ്പോ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നമ്മുടെ മറ്റു എന്താ പേഷ്യന്റിന്റെ കൂടെ വന്നവരോട് ബൈസ്റ്റാൻഡേഴ്സിന് എന്താണ് അവിടെ ഇരിക്കാനായിട്ട് പറയും അല്ലെ.
ഓക്കെ, എന്താണ് ട്രയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യ ചികിത്സ നൽകുന്ന പ്രക്രിയ, അതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് നമ്മൾ ഇനി നെക്സ്റ്റ് പേജിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇത് എത്രമാത്രം മനസ്സിലാക്കി വെക്കാൻ. ഇപ്പൊ റിസപ്ഷൻ ഉണ്ടാവും, ട്രയേജ് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓഫീസില് ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അപ്പൊ എന്താണ്, കൂടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് കാരണം കുഴഞ്ഞു വീഴുന്നത്? മുഖമൊക്കെ ഇങ്ങനെ കോടിയിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു അവര്? വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോ ആളെ ആദ്യം കൊണ്ടുപോകുന്നത് ഈ ട്രയേജ് ഏരിയയിലോട്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും ആ ഏരിയയിൽ. അവിടേക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആളെ MRI എടുക്കും. MRI എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് MRI എടുത്ത് എന്താണ് ഈ രോഗം ഇത് വരാനായിട്ടുള്ള കാരണം എന്ന് സ്ഥിരീകരിക്കുന്നു. ഓക്കെ, ചിലപ്പോൾ എന്താണ്, സ്ട്രോക്ക് ഉണ്ടാവും. സ്ട്രോക്ക് ഉള്ളത് കൊണ്ടായിരിക്കും, സ്ട്രോക്ക് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൂടിപ്പോകുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ കുഴഞ്ഞു വീഴും. അപ്പൊ അതാണെന്ന് സ്ഥിരീകരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ട്രയേജ് ഏരിയയിലോട്ടാണ് ആദ്യം അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, ട്രയേജ് ഏരിയ ഉണ്ടാവും, വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്തായിരിക്കാം? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കാം? ഓഫീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, റേഡിയോളജി, ലബോറട്ടറി, ഓർത്തോ, ENT, പീഡിയാട്രിക്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലുകൾക്കുണ്ട്. ഓരോന്നിനും ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെയാണ്. അതൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ആണ്. ഇപ്പൊ റേഡിയോളജിയിലെ പോളിസീസ് ഗൈഡ് ലൈൻസ് പ്രൊസീജിയേഴ്സ് ആയിരിക്കില്ല പീഡിയാട്രിക്കിന് ഉണ്ടാകുന്നത്. ഓക്കെ, പീഡിയാട്രിക്കിന്റെ ഗൈഡ് ലൈൻസും പോളിസീസും പ്രൊസീജിയേഴ്സ് ആയിരിക്കില്ല ENTക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്തമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ്. അത് എഴുതി പ്രിപ്പയർ ചെയ്ത് റിട്ടേൺ ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ റിസിസ്റ്റേഷൻ ഏരിയ. റിസിസ്റ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനം. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ ട്രയേജ് ഏരിയ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുനരുജ്ജീവനം ഏരിയ. റിസിസ്റ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് MRI എടുത്ത് എന്താണ് കാരണം, കുഴഞ്ഞു വീഴാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് നോക്കുന്നത്. എന്നിട്ട് പിന്നീടാണ് അയാൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഓഫ് നോൺ ആംബുലന്റ് പേഷ്യന്റ്. നോൺ ആംബുലന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോകുന്ന പേഷ്യൻസിനെയാണ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. അപ്പൊ അവർക്ക് നമ്മൾ എന്താണ് അങ്ങനെയുള്ള പേഷ്യൻസിനെ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയ ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി കൺസൾട്ടേഷൻ ഏരിയ. നെക്സ്റ്റ് ആണ് കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസൾട്ടിങ് മാത്രം. ഓക്കെ, 1 മിനിറ്റ് താല്പര്യമില്ല. ഓക്കെ, കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെ. ഇപ്പോ എന്താണ് കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ ഡോക്ടേഴ്സിന്റെ ഒരു കൺസൾട്ടേഷൻ ഏരിയ ഉണ്ടാവും അല്ലെ, ഡോക്ടേഴ്സ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് വെൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. എമർജൻസി മെഡിസിനിൽ MD കഴിഞ്ഞവരായിരിക്കും അവിടെയുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി മെഡിസിനിൽ MD കഴിഞ്ഞവരായിരിക്കും അവിടെയുള്ള കൺസൾട്ടേഷൻ ഏരിയയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ്. അതുപോലെ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് അറിയാലോ, വർക്ക് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഏരിയാസ്. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലൻസറി എൻജിൻസ്, റിസപ്ഷൻ ഉണ്ട്, ട്രയേജ് ഉണ്ട്,
ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ഈ ട്രയേജ്. അതുപോലെ തന്നെ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഉണ്ട്, ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. റെസിസ്റ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം, സ്ട്രോക്ക് കഴിഞ്ഞ ഒരാൾക്ക് അല്ലെ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് നമുക്കറിയില്ല ഓഫീസിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ലേ, ഓഫീസിൽ പെട്ടെന്ന് കുഴഞ്ഞ് വീണ്ടും മുഖമൊക്കെ കൂടിയിരിക്കുന്നുണ്ട്, അപ്പൊ ആളുകൾക്ക് അറിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഡോക്ടർ ഇവിടെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്ന് ഈ ട്രയേജ് ഏരിയയിൽ നോക്കിയിട്ട് എന്നിട്ട് സ്കാനൊക്കെ എടുത്തിട്ടാണ് എന്താണ് കുഴഞ്ഞു വീഴുന്നതിന് കാരണം എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ട് മറ്റു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പിന്നെയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. നോൺ ആംബുലന്റ് പേഷ്യന്റ് നടന്നു പോകാനായിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതുപോലെ എന്താണ് കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഇരിക്കുന്നത് എന്താണ് എമർജൻസി മെഡിസിനിൽ MD കഴിഞ്ഞവരായിരിക്കും അവിടെയുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയാസിലുള്ളത്. ഇനി അതർ ഏരിയാസ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം ഉണ്ട്. എന്തായിരിക്കാം പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാല്? ഡ്രസ്സിംഗ് റൂം. ഓക്കെ, പ്ലാസ്റ്റർ റൂം എന്തായിരിക്കാം? പ്രൊസീജിയർ റൂം എന്ന് പറയുമ്പോൾ ഇപ്പൊ മൈനർ സർജറി, എൻഡോസ്കോപ്പി, അതുപോലെ ഈ ലേസർ ട്രീറ്റ്മെന്റ് ഇതൊക്കെ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത് കേട്ടോ. മൈനർ സർജറി, അതുപോലെ തന്നെ എൻഡോസ്കോപ്പി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒടിവോ ചതവോ എല്ലുടിഞ്ഞതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റർ ഇടുന്ന ആ റൂം. ഇനി എന്താ, ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. അറിയാലോ ഫാർമസി അല്ലെ, ഈ കാഷ്വാലിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാർമസി ഉണ്ടാവും. എന്താണ് അഭിപ്രായം നിങ്ങൾക്ക്? സെപ്പറേറ്റ് ആയിട്ട് ഫാർമസി ഉണ്ടാവും, അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഫാർമസി ആണോ ഹോസ്പിറ്റലിലുള്ളത്? എന്തായിരിക്കാം? എമർജൻസി റൂമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാർമസി ഉണ്ടോ ഇല്ലയോ? ഓവറോൾ ആയിട്ടാണ്, സെയിം ഫാർമസി, ഓവറോൾ ആയിട്ടുള്ള ഫാർമസി ആണ് ഉള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഓവറോൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വരും കേട്ടോ, ഓവറോൾ ആണോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. നാളെ ഒരു എന്താ ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നതാണ്, ആക്ടിവിറ്റി എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വന്നാൽ മതി, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാർമസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് മിസ്സിനോട് പറയണം. ഓക്കെ, ചിലതുണ്ട്. ഓക്കെ ഓക്കെ, നാളെ നോക്കി വന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി എന്താ ഐസൊലേഷൻ റൂം? എന്തായിരിക്കാം ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാല്? ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാർഡാണോ ഐസൊലേഷൻ റൂം? ഒറ്റപ്പെട്ട ഒരു റൂം അല്ലെ, ഒറ്റപ്പെട്ട ഒരു മുറി. എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് പേഷ്യൻസിനെ കിടത്തുന്നത് ഒറ്റപ്പെട്ട റൂമില്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കോവിഡ് അല്ലെ, കോവിഡ് വന്നപ്പോ അല്ലെ, അല്ലെ, അതുപോലെ തന്നെ നിപ്പയൊക്കെ സ്ഥിരീകരിച്ച രോഗികളെയൊക്കെ എങ്ങനെയാണ്, ഒരാളുമായിട്ടും സമ്പർക്കം പുലർത്താനായിട്ട് പാടില്ല അല്ലെ, പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ എന്താണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട റൂമുകളിലാണ് ആളുകളെ പാർപ്പിച്ചിരുന്നത്. അപ്പോ എന്താണ് കൊറോണ ഒക്കെ സ്ഥിരീകരിച്ച ഫസ്റ്റ് ടൈം തന്നെ എന്താണ് കൊറോണ സ്ഥിരീകരിച്ച ആളുകളെയൊക്കെ ഒരു ഐസൊലേഷൻ റൂമിൽ കൊണ്ടുപോയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. ഓക്കെ,
ഇനി എന്താ ഡീകണ്ടാമിനേഷൻ ഏരിയ. ഡീകണ്ടാമിനേഷൻ ഏരിയ അണുവിമുക്തമാക്കൽ പ്രദേശങ്ങൾ എന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അണുവിമുക്തമാക്കൽ പ്രദേശങ്ങള്, ഡീകണ്ടാമിനേഷൻ ഏരിയ എന്താണ്? ഒരു എക്സാമ്പിള് മിസ് പറയാം. ഒരു ഫാക്ടറിയില് ഒരു സ്ഫോടനം നടന്നു. ഓക്കെ, ഒരു എന്താണ് ഫാക്ടറിയിൽ ഒരു എന്താണ് എക്സ്പ്ലോഷൻ നടന്നു, സ്ഫോടനം നടന്നു. അപ്പോ ഒരു സ്റ്റാഫിന് എന്താണ് അവിടെ മൊത്തം ബോഡിയിൽ മൊത്തം പൊള്ളലേറ്റു. അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ ആ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്? ആ സ്ഫോടനം നടന്നപ്പോ മൊത്തം അദ്ദേഹത്തിന് എന്താണ് പൊള്ളലേറ്റു അല്ലെ? എന്താ സ്ഫോടനം നടന്നപ്പോ ആ കെമിക്കല് മൊത്തം അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട്. ആ ബോഡിയിൽ നിന്ന് ആ കെമിക്കല് മാറ്റിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എവിടേക്കാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്? ഡീകണ്ടാമിനേഷൻ ഏരിയയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതെ. അപ്പോ അങ്ങനെ കെമിക്കല് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് മാറ്റി അതിനുശേഷം ആ ഏരിയയിലോട്ട് കൊണ്ടുവന്ന് കെമിക്കല് മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്റ്റോറേജ്. എന്തൊക്കെ സ്റ്റോറേജ്? സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തായിരിക്കാം സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാല്? മരുന്നുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങള്, മെഡിസിൻസ്. ഓക്കെ, അപ്പോ എന്താണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സുകൾ അല്ലെ, എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി എന്തായിരിക്കാം? ക്ലീനിങ് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേർട്ടി റൂം ഉണ്ടാവും. ക്ലീനിങ് റൂം ഉണ്ടാവും, ഡേർട്ടി റൂം ഉണ്ടാവും. ക്ലീനിങ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസുകൾ, സാധനങ്ങൾ, ഇപ്പോ സിറിഞ്ച്, പഞ്ഞി, അങ്ങനെയുള്ള ബാൻഡേജുകൾ, അത് ഉപയോഗിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ക്ലീൻ റൂമിലായിരിക്കും വെക്കുന്നത്. മനസ്സിലായോ? ഡേർട്ടി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താണ് പേഷ്യൻസ് ഉപയോഗിച്ച എന്താണ് പഞ്ഞികൾ ഉണ്ടാവും, സിറിഞ്ചുകൾ ഉണ്ടാവും, ബാൻഡേജുകൾ, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡേർട്ടി റൂമിലാണ് വെക്കുന്നത്. ഓക്കെ, അതാണ് ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി ലിനൻ റൂം എന്തായിരിക്കാം? ലിനൻ എന്താണ്? ലിനൻ എന്ന് പറഞ്ഞാല് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് ലിനൻ? ബെഡ് വിരിപ്പുകൾ, ക്ലോത്ത് അല്ലെ, ക്ലോത്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഉപയോഗിക്കുന്ന പില്ലോ കവർ ഉണ്ടാവും, ബെഡ്ഷീറ്റുകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ റൂമിനെയാണ് നമ്മൾ ലിനൻ റൂം എന്ന് പറയുന്നത്. മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർസ് എക്സെട്ര. ട്രോളി അല്ലെ, ട്രോളി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ട്രോളി ഉന്തിക്കൊണ്ടു പോകുന്ന വണ്ടി അല്ലെ, ട്രോളി ഉണ്ട്. അതുപോലെ തന്നെ വീൽ ചെയേഴ്സ്, അതൊക്കെ വെക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവും കേട്ടോ. മൊബൈൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൊബൈൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവബിൾ, ചലിക്കുന്ന എക്യുപ്മെന്റ്സ്. ഓക്കെ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വെക്കാനായിട്ട് ട്രോളി, വീൽ ചെയേഴ്സ് ഒക്കെ മൊബൈൽ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടാവും. പിന്നെ എന്താ? മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? മൊബൈൽ എക്സ്റേ കണ്ടിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അറിയോ? എങ്ങനെയാ യൂസ് ചെയ്യാ? കണ്ടിട്ടുണ്ട്. മൂവബിൾ എക്സ്റേ ആണ് അല്ലെ. ഇപ്പൊ എന്താണ്? പേഷ്യന്റിന് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടന്ന കിടപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ തളർന്ന് കിടക്കുന്ന രോഗികളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ സ്റ്റാഫുകള് പോർട്ടബിൾ എക്സ്റേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൂമിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് എക്സ്റേ എടുത്തിട്ട് പോകും. ഇപ്പൊ ചെസ്റ്റിനായാലും എന്തെങ്കിലും എക്സ്റേ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ റൂമിലേക്ക് വന്ന് എക്സ്റേ എടുത്തിട്ട് പോകും. അതാണ് മൂവബിൾ എക്സ്റേ. മൊബൈൽ എന്ന് പറഞ്ഞാലും മൂവബിൾ എക്സ്റേ ആണ്. നമ്മളിപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുന്നുണ്ട്? ആ എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ട്, ആ മെഷീൻ കൊണ്ടുവന്ന് നമ്മളുടെ പേഷ്യന്റിന് കിടക്കുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ വന്ന് എക്സ്റേ എടുത്തിട്ട് അവർ പോകും.
ഓക്കെ, അതാണ് മൊബൈൽ എക്സ്റേ എന്ന് പറയുന്നത് കേട്ടോ. മൂവബിൾ എക്സ്റേ ആണ്. കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അത് എടുത്തിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടാവും. ഇനി ക്ലീനേഴ്സ് റൂം എന്തായിരിക്കാം? ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാല് ക്ലീനേഴ്സ് റൂം എന്തായിരിക്കാം? അതെ, ഓക്കെ. ക്ലീൻ ചെയ്യുന്നവരുടെ റൂമാണോ? ഓക്കെ, നോക്കാം. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും ഡിസിൻഫെക്റ്റ് ആക്കുന്ന റൂം. ഓക്കെ, എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും ഡിസിൻഫെക്റ്റ് ആക്കുന്ന റൂമിനെയാണ് നമ്മൾ ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ അതർ ഏരിയാസിൽ വരുന്നത്. പ്രൊസീജിയർ റൂം ഉണ്ട്, പ്ലാസ്റ്റിക് റൂം ഉണ്ട്, ഫാർമസി ഉണ്ട്, ഐസൊലേഷൻ റൂം, ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്റ്റോറേജ്, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, ക്ലീനർ റൂം, മൊബൈൽ എക്യുപ്മെന്റ് ബേ like trolley, wheelchairs, etc. Mobile X-ray equipments bay, cleaners room. Okay, once you came. Okay. Next, പേഷ്യന്റ് ഫ്ലോ ആണ്. എമർജൻസി റൂമിലോട്ട് കൊണ്ടുവരുമ്പോൾ പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഫ്ലോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇതാണ് ട്രയേജ്. നമ്മളവിടെ കണ്ടില്ലേ, ഇതിലാണ് ഫങ്ഷണൽ ഏരിയാസിൽ നമ്മൾ കണ്ടിരുന്നു ട്രയേജ് എന്ന് പറഞ്ഞല്ലേ. എന്താണ് ട്രയേജ്? ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ഒരു എന്താണ് ആദ്യമായിട്ട് ചികിത്സ നൽകുന്ന അല്ലെ, ആദ്യ ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ആ പോയിന്റ് പറയുന്നതിന് മുൻപ് ഞാനൊരു നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി, PDF-ലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിനു മുൻപ് നമ്മൾ ഇത് പറയുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. ട്രയേജ് നമുക്ക് 4 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ചിലപ്പോ ചില ഹോസ്പിറ്റലുകളിൽ കാണണമെന്നില്ല, ചില ഹോസ്പിറ്റലിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാക്കാം. അപ്പൊ എന്നിരുന്നാലും ഓവറോൾ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ പിന്തുടരുന്ന ഈ ട്രയേജ് സംവിധാനമാണ് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ട്രയേജിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4. ഓക്കെ, നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് പ്രയോറിറ്റി അനുസരിച്ചിട്ട് ചികിത്സ കൊടുക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 4 രീതിയിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ,
പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് എന്താണ്? റെഡ് കാറ്റഗറിയിൽ പെടുത്തുന്നു. റെഡ് കാറ്റഗറിയാണ് പേഷ്യൻസിനെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണ് പ്രയോറിറ്റി 1 വരുന്നത്. ഓക്കെ, കാഷ്വാലിറ്റിയിൽ പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുന്നത് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തെ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി പ്രയോറിറ്റി 2 വരുന്നത് യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. വെരി അർജന്റ് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 1 മിനിറ്റിനുള്ളിലായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് ആക്സിഡന്റ്. ഇനി പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി ആണ്. 1 or 2 മാത്രം എന്താണ് അത് കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അർജന്റ് കെയർ ആണ്. വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിലാണ് നമ്മൾ ഇദ്ദേഹത്തിന് എന്താ കൊടുക്കേണ്ടത്? ട്രീറ്റ്മെന്റ് നൽകേണ്ടത്. വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കഠിനമായിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ, അടിവയറ്റിലെ വേദന, അതുപോലെ തന്നെ ഇപ്പൊ ഗ്യാസ്, ഇപ്പൊ ചെസ്റ്റ് പെയിൻ ആയിട്ട് ചിലവര് വരാം. ചിലവര് വിചാരിക്കാം എന്താണ് ഹൃദയാഘാതമായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ എന്താണ് ഗ്യാസിന്റെ പ്രോബ്ലം ആയിട്ടൊക്കെ ചിലവര് വരാറുണ്ട് ഈ ചെസ്റ്റ് പെയിൻ ആയിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ ട്രീറ്റ്മെന്റ് നൽകാവുന്നതാണ്. ഗ്രീൻ കാറ്റഗറിയാണ്. പ്രയോറിറ്റി 3 ഉൾപ്പെടുത്തുന്നത് അവരെ. ഇനി പ്രയോറിറ്റി 4 ഉൾപ്പെടുത്തുന്നത് ബ്ലാക്ക് കാറ്റഗറിയാണ്. ലെസ് അർജന്റ് കെയർ കൊടുത്താൽ മതി. നമ്മള് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് വിത്തിൻ 1 അവറിനുള്ളിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മതി. ജസ്റ്റ് എന്താണ് മൈൽഡ് ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ പോലുള്ള തലവേദന ആയിട്ട് വരാറുണ്ട് ചിലവര്. അതുപോലെ തന്നെ ഫീവർ ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ജസ്റ്റ് ഒരു ഈ 1 അവറിനുള്ളിലും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ മതി. അവരെ ഉൾപ്പെടുത്തുന്നത് ബ്ലാക്ക് കാറ്റഗറിയിലാണ്. അങ്ങനെ 4 രീതിയിലാണ് പ്രയോറിറ്റി അനുസരിച്ചിട്ട് രോഗികളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രയോറിറ്റി അനുസരിച്ചിട്ട് രോഗികളെ ഡിവൈഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, all patients should triaged through a single point. ഇത് സിംഗിൾ പോയിന്റിലേക്ക് എല്ലാ പേഷ്യൻസിനെയും എന്താണ് എന്താണ് സിംഗിൾ പോയിന്റിലേക്ക് ഒരു പേഷ്യൻസിനെ എല്ലാ പേഷ്യൻസിനെയും സിംഗിൾ പോയിന്റിലൂടെ കാണുന്നതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. അതിന്റെ എയിം പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിയേ, എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട്. സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? sort patients for providing optimum care, consistent, arrange, with their medical needs and ensure efficient utilization of available resources. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രയേജിന്റെ പ്രധാനപ്പെട്ട എയിം നമ്മൾ പറഞ്ഞിരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിനെ ഡിഫറെന്റ് പേഷ്യൻസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ആക്സിഡന്റ് ആയിട്ട് വരാല്ലേ, അതുപോലെ തന്നെ വയറുവേദന, ചെസ്റ്റ് പെയിൻ, ഫീവർ, ഹെഡ് ഏക്ക്, ഇതൊക്കെ ആയിട്ട് പല രീതിയിലും പേഷ്യൻസ് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യം ആർക്കാണോ ചികിത്സ കൊടുക്കേണ്ടത് എന്ന രീതിയിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മൾ കണക്കാക്കുന്നുണ്ട് അല്ലെ. പേഷ്യൻസിനെ ആദ്യം ചികിത്സ നൽകേണ്ട പേഷ്യൻസ് ഏതാണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയാണ് ട്രയേജ്. അതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. പ്രയോറിറ്റി അനുസരിച്ച് ഏത് പേഷ്യന്റിനെയാണോ കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ടത്, കെയർ കൊടുക്കേണ്ട പേഷ്യന്റ് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ് ട്രയേജ്. അപ്പൊ അതിന്റെ എയിം എന്താ പറഞ്ഞാൽ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം, പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ ട്രയേജ്? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രയേജ് ഇമ്പോർട്ടന്റ് ആണ്. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ കൊടുക്കുന്ന പ്രക്രിയയാണ്.
ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ രോഗികളെ കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയാണ്. പല രീതിയിലും പേഷ്യൻസ് വരാം അല്ലെ, ചെസ്റ്റ് പെയിൻ ആയിട്ട്, കാർഡിയാക് അറസ്റ്റ് ആയിട്ട്, ആക്സിഡന്റ് കേസ്, ഫീവർ, ഹെഡ് ഏക്ക്, അങ്ങനെ പല രീതിയിൽ പല കേസുകളായിട്ടും പേഷ്യൻസ് വരാം. ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ എന്താണ് പ്രയോറിറ്റി അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട എയിം. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ മിസ്, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.